മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പൂഞ്ചോല പാമ്പൻതോട് ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി വിട്ടു നൽകിയ നിർദ്ദിഷ്ട സ്ഥലത്തെ മാവിലെ മാങ്ങയെ ചൊല്ലി തർക്കം. ആദിവാസികളും പഞ്ചായത്തും അറിയാതെ ചിലർ മാങ്ങ വിറ്റെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ മാങ്ങ പറിക്കുന്നത് തടഞ്ഞു. തടഞ്ഞവർക്കെതിരെ ഊരുമൂപ്പൻ പോലീസിൽ പരാതി നൽകി. ആദിവാസി കോളനിക്കായി നൽകിയ സ്ഥലത്തെ മാവിലെ മാങ്ങ പറിക്കാൻ കച്ചവടക്കാരൻ എത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കച്ചവടക്കാരൻ മാങ്ങ പറിക്കുന്നത് ഒരു വിഭാഗം നാട്ടുകാരും ആദിവാസികളും ചേർന്ന് തടഞ്ഞു. ആദിവാസികൾക്ക് നൽകിയ സ്ഥലത്തെ മാങ്ങ ആരിൽ നിന്നാണ് വാങ്ങിയതെന്നും പഞ്ചായത്തിൽ നിന്ന് ലേലം വിളിച്ചതാണെങ്കിൽ രേഖ കാണിക്കണമെന്നും തടഞ്ഞവർ ആവശ്യപ്പെട്ടു. ഇതോടെ ഇരുകൂട്ടരും തമ്മിൽ തർക്കമായി. കച്ചവടക്കാരൻ ആദിവാസി കോളനിയിലെ ചിലരെ കൊണ്ട് മാങ്ങ പറിപ്പിച്ചു. ഇത് കണ്ട് കോളനിയിലെ മറ്റുള്ളവരും വന്ന് മാങ്ങ പറിച്ചു. പറിച്ച മാങ്ങ കോളനിയിലുള്ളവർ കൊണ്ടുപോയി. ഇതോടെ കച്ചവടക്കാരൻ പിന്മാറി. കച്ചവടക്കാരൻ മാങ്ങ പറിക്കുന്നത് ചോദ്യം ചെയ്ത ജോബി, അനി എന്നിവർക്കെതിരെ ഊരുമൂപ്പൻ കുട്ടൻ മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകി. ഊരുസഭ കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ് 6000 രൂപയ്ക്ക് മാങ്ങ വിറ്റതെന്നും പഞ്ചായത്ത് അംഗം ഷിബി കുര്യാനും പൊതുപ്രവർത്തകൻ പ്രകാശനും പറഞ്ഞു. മാങ്ങ വിറ്റതിന്റെ പണം തന്റെ അക്കൗണ്ടിലേക്കാണ് വന്നതെന്നും ഇക്കാര്യം ഊരുമൂപ്പനെയും ST പ്രമോട്ടറെയും അറിയിച്ചെന്നും പൊതുപ്രവർത്തകൻ പ്രകാശൻ പറഞ്ഞു. എന്നാൽ ഊരുസഭ കൂടുകയോ ആദിവാസികളെ വിവരം അറിയിക്കുകയോ ചെയ്യാതെയാണ് മാങ്ങ വിറ്റതെന്ന് ജോബിയും അനിയും ആരോപിച്ചു. പ്രകാശൻ മെമ്പറും കൂടിയിട്ടാണ് ഇത് കച്ചവടം ചെയ്തിരിക്കുന്നത്. അതിൽ ഊരുമൂപ്പത് അറിഞ്ഞിട്ടില്ല എന്നാണ് നമ്മളോട് ആദ്യം പറഞ്ഞത്. പ്രൊമോട്ടർ പറഞ്ഞു കച്ചവടത്തിന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവിടെ ആദിവാസി കുടുംബം, അവിടുത്തെ 51 കുടുംബത്തിൽ ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് കച്ചവടം ചെയ്ത ആൾ രാവിലെ മാങ്ങ വലിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങൾ ജോബി അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി നമ്മൾ അത് തടഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ലേലം ചെയ്ത് കിട്ടിയതാണോ? ലേലം ചെയ്ത് കിട്ടിയെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് പേപ്പർ ഉണ്ടാവില്ല. ആ പേപ്പർ ഞങ്ങൾക്ക് കാണണം പറഞ്ഞു. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ലേലം ചെയ്തില്ല, പ്രകാശനും മെമ്പറും കൂടിയിട്ട് ഞങ്ങൾക്ക് 8000 രൂപയ്ക്ക് മാവ് തന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അത് കഴിഞ്ഞ് പോയ ശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ വന്ന ശേഷം ഇവർ പറഞ്ഞത് അത് KJ പൂളിലെയാണ് സ്ഥലം പറഞ്ഞു. അന്ന് KJ പൂളിലെ വിളിക്കാൻ പറഞ്ഞു. KJ പൂളിലെ വിളിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇവർ പറഞ്ഞു അതായത് ഒരു കൺവീനർ കമ്മിറ്റി ഉണ്ട് പറഞ്ഞു. കൺവീനർ കമ്മിറ്റിയിൽ അംഗം മൂപ്പൻ പ്രൊമോട്ടർ അങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവർ ഒരു 5-6 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ പിന്നെ അന്ന് ആ കമ്മിറ്റിക്ക് ഒരു മിൻസ് ബുക്ക് ഉണ്ടല്ലോ, അതുണ്ടോ ചോദിച്ചപ്പോൾ അതുമില്ല പറഞ്ഞു. പിന്നെ ഇവർ ബലമായി മാങ്ങ എടുത്ത ആൾ അയാളുടെ പണിക്കാരെ വെച്ച് പണിയെടുക്കാതെ അവിടെ വന്ന ആദിവാസി 2 പിള്ളേരെ വെച്ചിട്ട് അവിടെ മാങ്ങ വലിക്കുകയുണ്ടായത്. അവിടെയുള്ള 2 പയ്യന്മാർ കൂടി പറിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും കൂടെ കൂടി, അവിടെയുള്ള പെണ്ണുങ്ങളും എല്ലാവരും കൂടെ കൂടിയാണ് പറിച്ചത്. 1-2 വണ്ടിക്കായിട്ട് കുറേശ്ശെ ആയത് കൂടി കൊണ്ടുവന്ന് കൊടുത്തു. 25000 രൂപയുടെ മേളിൽ മാങ്ങ ഇവർ വിറ്റു. ഇവർ ഈ പ്രകാശ് മെമ്പർ ഇവർ പറയുന്നത് 8000 രൂപയ്ക്ക് KJ പോൾ കൊടുത്തു. ഇന്നലെ വരെ ഇവർ കൊടുത്തതായിരുന്നു. ഇന്നാണ് ഇപ്പം KJ പോൾ കൊടുത്തായിട്ട് വന്നത്. KJ പോളിനെ വിളിച്ചിട്ടുണ്ട്. KJ പോളിനെ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചു. നമുക്ക് KJ പോൾ കൊടുത്തിട്ടില്ല, KJ കമ്മിറ്റിയാണ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ KJ പോളിനെ SI വിളിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ KJ പോളിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എത്ര രൂപ വന്നു? 25000 രൂപയുടെ അടുത്ത് മാങ്ങ ഇന്ന് പറിച്ചു വിറ്റിട്ടുണ്ട്. 8000 രൂപയ്ക്ക് ഇവർ കൊടുത്തു എന്ന് പറഞ്ഞ മുതൽ സർക്കാരിൻ്റെ മുതലാണ്. അത് വെറുതെ തിന്ന് പോകണ്ട. ആദിവാസികളെ പറ്റിക്കുന്നുണ്ട് കുറേ. ഇനി അത് അനുവദിക്കില്ല. ഊരുസഭ കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിറ്റ്സ് ഹാജരാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. 6000 രൂപയ്ക്ക് കച്ചവടക്കാരന് വിറ്റ മാങ്ങ ആദിവാസികൾ പറിച്ചു വിറ്റത് 25000-ഓളം രൂപയ്ക്കാണെന്നും ആദിവാസികൾ പറഞ്ഞു. നീ പൈസ ആയിട്ട് ഞാൻ വരണമെന്ന് അപ്പോൾ സാളുകാരനെ വിളിച്ചു വരണം പറഞ്ഞു. പോലീസ് വിളിച്ചു. അപ്പോൾ ഈ മാങ്ങ ആരെ കൊടുത്ത പ്രകാശ് നമ്പർ പ്രകാശാണ് കൊടുത്തിരിക്കണത്. അപ്പം ഞങ്ങൾ തുല്യമായിട്ട് പങ്ക് കൊടുക്കാൻ പറഞ്ഞ സാറേ ഞാൻ കൊടുത്തിരിക്കണത് അല്ല, ഞാൻ ഒറ്റയ്ക്ക് മാങ്ങയ്ക്ക് എത്ര രൂപയാണ് കിട്ടിയത്? ഇത് വലിയ തരാം. നിലവിൽ മാവ് നിൽക്കുന്ന സ്ഥലം രേഖാമൂലം പഞ്ചായത്തിന് വിട്ടു നൽകിയിട്ടില്ലെന്നും സ്ഥലം ഇപ്പോഴും സ്വകാര്യ വ്യക്തിയുടെ പേരിലാണെന്നും പഞ്ചായത്ത് അംഗം ഷിബി കുര്യാനും പ്രകാശനും പോലീസിനോട് പറഞ്ഞതോടെ ആശയക്കുഴപ്പം കൂടി. തുടർന്ന് സ്ഥല ഉടമയെയും മറ്റ് ആദിവാസി കുടുംബങ്ങളെയും പോലീസ് വിളിച്ചു വരുത്തി വിവരങ്ങൾ ആരാഞ്ഞു.